ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാട്ടോ. 2 ദിവസം മുന്നേ അവള് വിളിച്ചായിരുന്നു നമുക്കൊന്ന് കാണണംന്ന്. അങ്ങനെ ഞങ്ങള് മിന്റോ മാളിൽ വെച്ചിട്ട് കാണാന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ മിന്റോ മാളിലേക്ക് എത്തിട്ടോ. അപ്പത്തേക്കും അവളും മോനും കുറച്ച് മുന്നേ വന്നായിരുന്നു ട്ടോ. ഞാൻ ലേറ്റ് ആയിട്ടാട്ടോ വന്നത്. അങ്ങനെ ഞങ്ങള് ഒരു 2, 3 മാസായിട്ടോ നേരിട്ട് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങള് കണ്ടപാട് കുറേ സംസാരിക്കാനുണ്ടായിരുന്നേ. ഡെയിലി മെസ്സേജ് അയക്കും, ഇടയ്ക്ക് വിളിക്കും ചെയ്യും. എങ്കിലും കണ്ടപ്പോൾ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നേ. ഞങ്ങള് 2 പേരും ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് ഒന്നും കഴിച്ചില്ലായിരുന്നു ട്ടോ. അങ്ങനെ ഇന്ന് ഫുള്ള് അവളെ ട്രീറ്റ് ആയിരുന്നേ. അവള് നേരെ ബിരിയാണി വാങ്ങിത്തരാൻ കൊണ്ടുപോയി ട്ടോ. മിന്റോ മാളില് ബിരിയാണി ഉള്ളത് എനിക്കറിയില്ലായിരുന്നേ. അവള് പറഞ്ഞു കേട്ടോ ഉണ്ട് നല്ല ബിരിയാണിയാണെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ 2 ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തേ. അവളെ മോനാണെങ്കിൽ ആ ബിരിയാണി മുന്നിലും വെച്ചിട്ട് അവളെ കാത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒരു പാവ മോനാട്ടോ. അവളാണെങ്കിൽ 2 ലൈമും എടുത്തിട്ട് മന്ദം മന്ദം നടന്ന് വരുന്നുണ്ടായിരുന്നേ. ഇവിടുത്തെ ബിരിയാണി ആദ്യമായിട്ട് കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു കേട്ടോ. 120 140 അങ്ങനെ എന്തോ റേറ്റ് ഉള്ളൂ കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വാവനെ കളിപ്പിക്കാൻ വേണ്ടി മേലെ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ അവനും കളിച്ചു. പിന്നെ അവിടുന്ന് ഒരാളെ പരിചയപ്പെട്ടു. അങ്ങനെ അവരോട് കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നു. സെൽഫിയൊക്കെ എടുത്ത് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടോ. വേറൊന്നുമല്ല, എനിക്കൊരു സൺസ്ക്രീം മേടിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ സൺസ്ക്രീം മേടിക്കാൻ പോയ ആൾ വേറെ സാധനം തപ്പിക്കൊണ്ട് നടന്നു കേട്ടോ. അങ്ങനെ ഞാൻ 2 സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലൊക്കെ ചെയ്ത് നേരെ അവൾ തേജുവിന് എന്തെങ്കിലും മേടിച്ച് തരാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. അവൾ ചിക്കൻ റോളൊക്കെ മേടിച്ച് തന്നേ. നമ്മൾ ബിരിയാണി കഴിച്ചു. അവൻ എന്തെങ്കിലും മേടിക്കണ്ടേന്ന് വെച്ചിട്ട് അതും വാങ്ങി തന്നു കേട്ടോ. ഇന്ന് ഫുൾ അവളെ ട്രീറ്റ് ആയിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫാൻസി കടയിൽ പോയി അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് 2 പേരും പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബായ്.